ഡോക്ടർ ആരിഫ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആ തിരുപ്പരാംകുണ്ടത്തെ ആ വിഷയമാണ് ചർച്ച ചെയ്തത്. താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിച്ച തിരുപ്പരാംകുണ്ടത്തെ ആ മുരുകക്ഷേത്രം അത് ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞത് ആരാണെന്നറിയോ? തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാമനാഥപുരം MP കൂടിയായിട്ടുള്ള കനിയാണ്. അപ്പോൾ നോക്കൂ, കനി അവിടെ അങ്ങനെ സംസാരിക്കുന്നു, ഇവിടെ ഇത് സക്കീർ ഇങ്ങനെ സംസാരിക്കുന്നു ഒരേ സ്വരത്തിൽ. അല്ല, ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, നമ്മളെ ഡൽഹി എയർപോർട്ട് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, അങ്ങനെ സുപ്രീം കോടതി വരെ വഖഫ് ഭൂമിയിലാണ്. ഇതൊക്കെ പ്രസംഗിച്ചത് കാക്കാമാർ ഇതുപോലുള്ള ഉസ്താദുമാർ തന്നെയാണ്. അവരെ നമ്മൾ തീവ്രവാദി തന്നെ നമ്മൾ വിളിക്കേണ്ടി വരിക, ഈ മുജീബ് റഹ്മാൻ ഉദ്ദേശിച്ച വാക്കുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് എന്നെ തള്ളിക്കളഞ്ഞതെന്ന് ആലോചിക്കുക. അത് നിയമത്തിന്റെ സംവിധാനം, ഒരു പരിരക്ഷയുള്ള ഒരു ബോഡിയുടെ ഒരു പ്രതിനിധി പറയുമ്പോൾ അത് ഗവൺമെന്റ് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയേണ്ടതില്ല എന്നാണ് ആൾ പറഞ്ഞത്. എനിക്ക് ആളോട് ചോദിക്കാനുള്ളത്, സപ്പോസ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരു സംഗതി നമ്മളെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഭേദഗതി വന്നു കഴിഞ്ഞാൽ അപ്പോഴും അതൊരു ഗവൺമെന്റ് ബോഡി തന്നെയല്ലേ ആവുക. അപ്പോൾ ഗവൺമെന്റ് പറയാണ് ഈ സാധനം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഭേദഗതി നടത്തിയിരിക്കുന്നു, ഇത് വഖഫ് ഭൂമിയല്ല, ഇനി ആ പേരും പറഞ്ഞ് ഒരു സംരക്ഷണ സമിതി മുതലാളി ഈ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം അല്ലെങ്കിൽ ഇതേ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചു റാഷണൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ആ നിയമത്തെയും അങ്ങ് അംഗീകരിച്ച് മിണ്ടാതെ ഇരിക്കുമോ എന്നാണ് എനിക്കിപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സ്, ഈ നിയമത്തോടുള്ള ഒരു വിധേയത്വം, അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുളിര് പോരുകയാണ്, രോമാഞ്ചം വരികയാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കണം എന്താണ്, തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് വലിയ ഒരു വിധേയത്വവും അതിനോട് വലിയ ഒരു അങ്ങ് മുട്ടിൽ കഴിഞ്ഞിട്ടുള്ള സ്നേഹം കാണിക്കലും ഒക്കെ ഒരു വശത്തും, തങ്ങൾക്ക് വിരുദ്ധമായതോ തങ്ങളുടെ കുഴപ്പങ്ങൾ കൈയോടെ പിടികൂടി അത് ഇവിടെ വെളിച്ചത്ത് കൊണ്ട് ഇതുപോലെ വെയിലത്ത് തുണി ഉരിഞ്ഞിങ്ങനെ നിർത്തുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അപ്പോൾ കിടന്ന് നിലവിളിയും ഇരവാദം ഇറക്കലും ഇത് നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മുജീബിനോട് എനിക്ക് ഇപ്പോഴേ പറയാനുള്ളത്, ഭേദഗതി വന്നു കഴിയുമ്പോൾ ഇനി അന്നേരം വന്നിട്ട് നിലവിളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ അതേ കാരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഗവൺമെന്റിന്റെ സംവിധാനമാണ്. ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ അതിന് പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ മതത്തിന്റെ നിയമങ്ങൾ മതേതരമായ മൂല്യങ്ങൾക്ക് മുകളിൽ പോയിക്കൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ നിയമ പരിരക്ഷയോടുകൂടിയുള്ള റവന്യൂ അവകാശങ്ങളോടുകൂടി പോലും നിലനിൽക്കാനുള്ള അവകാശങ്ങളെ ഇതുപോലെ ഹനിക്കുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്ന മതനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നരകിക്കുന്ന അവസ്ഥ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വർഗീയത വളർത്തുന്നതെന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കിയിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഇവിടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ ഇടപെടുന്നതെന്നൊക്കെ പറഞ്ഞ് നിലവിളിയാണ്. ഈ ഇരവാദം നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ കുറെ ആയില്ലേ നമ്മൾ കാണുന്നു. ഈ ഇരവാദമൊക്കെ നടത്തിയിട്ടല്ലേ നമ്മൾ ഈ വഴിയൊക്കെ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതി, ഇസ്ലാമിന്റെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രീതി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ പറയേണ്ടി വരികയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്സ് ആണ്. അത് നമ്മൾ വെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. Say no to democracy, say yes to Islam എന്നാണ് അവിടെ പറയുക. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞ ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് റിപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇസ്ലാം. ഇതറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതം പോലെ ഒരു മതമായിട്ട് പോലും തെറ്റിദ്ധരിക്കുന്ന ജനം TV പോലും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയല്ല, ഇസ്ലാമിനെ കാണേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഒരു കൾട്ട്, ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജി ആയിട്ട് തന്നെയാണ്. അതിനെ ഇതുപോലെ പച്ചക്കിരുന്ന് വെളുപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുക, കൂട്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് അങ്ങ് എന്താണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന മറ്റൊരു വേർഷൻ കാണിക്കുക. ഇതൊക്കെ നമ്മൾ ഒന്ന് അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുജീബ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭേദഗതി വരാൻ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഇത് വൈകിപ്പിക്കുന്ന BJPയോടാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു വിയോജിപ്പ്. കാരണം ഈ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനും ചെലവുണ്ട്, അതിന് ആളുകളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് അവിടെ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു ബാധ്യത അത് BJPക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തവണയെങ്കിലും അത് പാസ്സാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാടത്തത്തിന് കൂട്ടുനിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ ഒരു വഴി വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെയുള്ള സംരക്ഷണ സമിതി എന്നൊക്കെ പേരിട്ട് കാട്ടുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇത്തരം കൊള്ള, അതിന് കൂട്ടുനിൽക്കാൻ ഒരാൾക്കും ഇവിടെ സാധിക്കാൻ പാടില്ല. മുജീബിനും സമ്മതിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു opinion. Okay.